നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ രാമായണ മാസവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ സമയം നിങ്ങൾ എടുക്കേണ്ടതായ തീരുമാനങ്ങളെക്കുറിച്ചോ നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നൽകുന്നതായ സൂചനകളെക്കുറിച്ചോ കൃത്യമായ ഒരു തിരിച്ചറിവ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും ഒരു യാത്രയിൽ തന്നെയാണ് ഉള്ളത്. ഈ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ഈ സമയം സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളെ വളരെയധികം ശ്വാസം മുട്ടിക്കുന്നതായ സാഹചര്യമുണ്ട്, ദുരിതങ്ങളുണ്ട്. ദുഷ്ടശക്തികൾ മൂലം നിങ്ങൾക്ക് പലപ്പോഴും ശ്വാസം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം അതിൽ നിന്നെല്ലാം ഒരു മോചനം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം ചില കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം മുക്കുറ്റിയാണ്. മുക്കുറ്റിയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഈ സമയം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സസ്യം കൂടിയാണ് മുക്കുറ്റി. രണ്ടാമത്തേതായ സസ്യം തുളസിയാണ്. ഈ 2 വിശേഷപ്പെട്ട സസ്യങ്ങളിൽ ഒരു സസ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസം, അതായത് രാമായണ മാസം, നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരണം എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് ശ്രീരാമസ്വാമിയോട് ഈ മാസം ഏറ്റവും, അതായത് രാമായണ മാസം നിങ്ങൾക്ക് അനുകൂലമായി തീരണം, ആകുലതകളിൽ നിന്നും ഒരു പരിഹാരം സിദ്ധിക്കണം എന്ന പ്രാർത്ഥനയോടെ, ശുഭകാര്യങ്ങൾ സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ മനസ്സ് ഉടക്കിയതോ നിങ്ങൾക്ക് പെട്ടെന്ന് ആകർഷണം തോന്നിയതോ ആയ ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ശ്രീരാമ ജയം എന്ന് കമന്റായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഹരേ രാമ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കൂ. ആദ്യത്തെ ചിത്രമായ മുക്കുറ്റിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്രകാരം മുന്നോട്ട് പോയാൽ പോരാ, ഒരു പരിഹാരം ഉണ്ടായേ തീരൂ എന്ന് അത്രമേൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിലേക്ക് കൃത്യമായ ഊർജപ്രവാഹം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സമയങ്ങളിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്രകാരം ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യമാകാം അത്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യവുമാകാം എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ, നിങ്ങൾ എപ്രകാരമാണോ ഉദ്ദേശിച്ചത് അതിനേക്കാൾ കൂടുതൽ അനുകൂലമായി ഭംഗിയോടെ ചില കാര്യങ്ങൾ, സ്വപ്നതുല്യം എന്ന് പറയാം, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തൊഴിലാകാം, തൊഴിൽ സംബന്ധമായ ഒരു കാര്യവുമാകാം. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അനുകൂല സാഹചര്യം, ഒരു ഓഫർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളുണ്ട്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്
ധനപരമായുള്ള വിഷമതകൾ തന്നെയാണ്. ആരോഗ്യപരമായ ചില വിഷമതകളും നിങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരം കാര്യങ്ങളിലുള്ള ഒരു മാറ്റവുമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്നതാകാം. ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതുമാകാം എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ സമയം ചില മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളിലെ ആത്മവിശ്വാസത്തിന് ഒരു മാറ്റം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്നു എന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാലോ മറ്റുള്ളവർ നിങ്ങളെ പല രീതിയിലും തെറ്റായ രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, നിങ്ങളുടെ വില കുറയ്ക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും, ജീവിത രീതിയിൽ തന്നെ മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ കഴിവുകൾ കൃത്യതയോടെ മനസ്സിലാക്കുവാനും, എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ മനുഷ്യ സഹജമായ ഒരു പിഴവ് എന്ന് പറയാം, അത് എന്താണ് എങ്കിലും അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ശത്രുക്കൾ പലപ്പോഴും നിങ്ങളുടെ വളർച്ചയിൽ അസൂയ ഉള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാൽ അവർക്ക് പോലും അത്ഭുതം തോന്നാവുന്ന ചില കാര്യങ്ങൾ, ഈ സമയം അവർ പോലും നിങ്ങളെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതും വാസ്തവമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികൾ അവരെ കൊണ്ട് പല കാര്യങ്ങളും പറയുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. വളരെ കാലമായി നീണ്ടുപോകുന്ന ചില പ്രയാസങ്ങളോ വിഷമതകളോ ഉണ്ടാകാം. അതിന് ഒരു പരിഹാരം സിദ്ധിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ചില ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില വിഷമതകൾ പരിഹരിക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായ കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യപൂർവം കാര്യങ്ങളെ നേരിടുകയും അവസരങ്ങളെ കൃത്യതയോടെ ധൈര്യത്തോടെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഒരു വലിയ നിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സഹായമാകാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ധനപരമായ ഒരു നേട്ടവുമാകാം. അത്തരത്തിൽ ചില ധനപരമായ അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളെ തേടിയെത്താം എന്നുള്ളതാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കൊരു താങ്ങായി പല കാര്യങ്ങളും സിദ്ധിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം ചില വ്യക്തികളിൽ നിന്നും ഒരു തുക അല്ലെങ്കിൽ ഒരു പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പിന്തുണ നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും. ധനപരമായ ഭദ്രത, സാമ്പത്തിക ഭദ്രത, അത് ധനം മാത്രമാകണം എന്നില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു ഉപദേശം പെട്ടെന്ന് സിദ്ധിക്കാം. ആ ഉപദേശം പലപ്പോഴും ഗുണകരമായി തീരുകയും ചെയ്യാം. അത്തരം ചില ഉപദേശങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സിദ്ധിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ പ്രധാനമായും അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങളിൽ ഒന്ന്, എനിക്കെല്ലാവരുമുണ്ട് എന്ന് ചിന്തിക്കും, എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ ആരുമില്ല എന്നൊരു വിഷമം.
എന്നാൽ ഈ സമയം ആരാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ പല വ്യക്തികളും അപ്രത്യക്ഷരാകാം എന്നുള്ളതാണ്. നിങ്ങളുടെ വില അറിയുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. നിങ്ങളുടെ സൗഹൃദങ്ങൾ പോലും പലപ്പോഴും പലർക്കും വേണ്ട എന്നൊരു രീതിയിൽ അവർ ഒഴിവാക്കിയതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരോ അവർ നിങ്ങളോട് അടുക്കുന്നതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങളുടെ മനസ്സ് വല്ലാതെ കുത്തി നോവിക്കുന്ന സാഹചര്യമുണ്ട്. കുറ്റപ്പെടുത്തലുകൾ കേട്ട് വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം ചില വിഷമതകൾ മാറുവാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ആരംഭത്തിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലെ സംശയം അത് മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ അത് നിങ്ങളെ കൂടുതൽ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിക്കാതെ അല്പം പ്രയാസങ്ങൾ നേരിട്ടു എന്ന് വരാം. അത് നിങ്ങൾക്ക് ഗുണകരമായി തീരണം എന്നില്ല. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ആകുലപ്പെടാതെ അല്ലെങ്കിൽ വളരെയധികം പ്രയാസത്തോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തതയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. രണ്ടാമത്തെ ചിത്രമായ തുളസിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെ ശാന്തതയോടെയുള്ള വ്യക്തികളാണ് എങ്കിലും മനസ്സിന് വളരെയധികം ആഴമുണ്ട് എന്നതാണ് വാസ്തവം. പുറമെ നിങ്ങൾ ശാന്തതയോടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് അപ്രകാരമായിരിക്കണം എന്നില്ല. കാരണം ഒരുപാട് ചിന്തകൾ മനസ്സിലുള്ളവരാണ് നിങ്ങൾ. ഒരുപാട് രഹസ്യങ്ങളും വികാരങ്ങളും മനസ്സിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരുപാട് വില കൊടുക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു വ്യക്തികളായി തന്നെ നിങ്ങളെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഒരു സഹായം ചോദിച്ചാൽ സ്വന്തം കാര്യം മാറ്റിവെച്ച് അല്ലെങ്കിൽ പിന്നീടാകാം എന്ന് ചിന്തിച്ച് ആരാണോ സഹായം ചോദിച്ചത് അവർക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം വിഷമങ്ങൾ കേൾക്കുവാനും ആശ്വാസം പകരുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നത് പ്രത്യേകതയാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് പല കാര്യങ്ങളിലുമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ ഒരു ന്യൂനത നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. പലപ്പോഴും പലരെയും മനസ്സിലാക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിക്കുന്ന നിങ്ങൾക്ക് അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പലരെയും കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും നിങ്ങൾക്ക് തിരികെ ലഭിക്കാറില്ല എന്നത് വാസ്തവമാണ്. സ്നേഹത്തിന്റെ കാര്യത്തിലാണ് എങ്കിലും പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹം തിരികെ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ആത്മാർത്ഥതയുണ്ട് എങ്കിലും പലരും അത് തിരികെ നൽകാത്തതായ സാഹചര്യമുണ്ട്. ഇത്തരം വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം പല വ്യക്തികളും നിങ്ങളുടെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. മനസ്സിൽ പക അല്ലെങ്കിൽ ദേഷ്യം വച്ച് പുലർത്തുന്ന ചില വ്യക്തികളുണ്ട്.
അവരെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നാൽ പോലും പുഞ്ചിരിയോടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മോശം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. തീർച്ചയായും ആ മോശം അനുഭവങ്ങൾ ഉള്ളിലൊതുക്കി വീണ്ടും സ്നേഹത്തോടെ പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾ വീണു പോയിട്ടുള്ള സാഹചര്യമുണ്ട്. ധനപരമായി അല്ലെങ്കിൽ മാനസികപരമായി വളരെയധികം തളർന്നു പോയ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടാകാം എന്നുള്ളതാണ്. എന്നാൽ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകരുത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിൽ പലവിധ ചിന്തകളുണ്ട് എന്നതും വാസ്തവമാണ്. ഏത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് തിരികെ വരുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. പലപ്പോഴും പല വ്യക്തികളെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുമായി ഇടപഴകിയ ആ വ്യക്തികളെ നിങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വാധീനം പല വ്യക്തികളിലും ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അകന്നു പോയിരിക്കുന്ന പല വ്യക്തികളെയും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാകാം, അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഒരു ബന്ധു പോലുമാകാം. ഈ സമയം നിങ്ങളിലേക്ക് അവർ മടങ്ങി വരികയോ അവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം എന്നുള്ളതാണ്. ഈ സമയം ചില വ്യക്തികളെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുവാനുള്ള ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നതും വാസ്തവം തന്നെയാണ്. ജീവിതത്തിലേക്ക് തീർച്ചയായും ഒരു പുനഃസമാഗമം ഉണ്ടാകുവാനുള്ള കൂടിക്കാഴ്ചകൾ സംഭവിക്കാം എന്നുള്ളതാണ്. പല ഓർമ്മകളും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സമയമുണ്ട്. പുതിയ ബന്ധത്തിന് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ബന്ധം ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഒതുക്കി വച്ചിരിക്കുന്ന, കരുതി വച്ചിരിക്കുന്നതായ പല രഹസ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം ഈ കാര്യങ്ങൾ തുറന്നു പറയുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് മുൻപിലുള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളിലും അത് പ്രണയമാണ് എങ്കിലും, സൗഹൃദമാണ് എങ്കിലും, നിങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം ധൈര്യത്തോടെ സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് തീർച്ചയായും ഒരു ആകർഷണ ശക്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഊർജം വർദ്ധിക്കുകയും നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ആകർഷിക്കപ്പെടുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം പല വ്യക്തികൾക്കും നിങ്ങളെ വിട്ടുപോകുവാൻ സാധിക്കണം എന്നില്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില വിങ്ങലുകളുണ്ട്. ആ വിങ്ങലുകൾ പരിഹരിക്കുവാനോ അത് മറന്ന് പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ, കൃത്യതയോടെ പ്രവർത്തിക്കുവാനും സാധിക്കും. പല കാര്യങ്ങളെയും സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാം. ഈ സമയം നിങ്ങളുടെ കഴിവുകൾ ഇരട്ടിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമാധാനം ജീവിതത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം ആന്തരികമായ ശക്തി വർദ്ധിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തന്നെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ സൂചനകൾ വളരെ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ്. പല കാര്യങ്ങളിലും സമാധാനം ആർജിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ഊർജം വർദ്ധിക്കുന്നതായ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ അത് കൃത്യതയോടെ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധൈര്യത്തോടെ സംസാരിക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിൽ സിദ്ധിക്കുന്ന സമയമാണ്. ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നേറണം.